ഹായ് ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മളുടെ വീടും പരിസരവും റാസൽ കൈമേലുള്ള കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ആദ്യം കാണുന്ന തന്നെ അറബിയുടെ വണ്ടിയാണ്. അറബിയുടെ വണ്ടി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്തൊരു വലിപ്പമാണല്ലേ. അപ്പോൾ ഇത് ഈ ലൊക്കേഷൻ കാണുമ്പോൾ നിങ്ങൾ പറയും ഇത് ഞാൻ കണ്ട ദുബായ് അല്ല, ഇത് ഞാൻ കണ്ട അറബ് രാജ്യമല്ല എന്ന് പറയും. പക്ഷേ ഇത് റാസൽ കൈമേൽ ഒരു ചെറിയൊരു ഗ്രാമമാണ് കേട്ടോ. ദിക്താഗ എന്ന് പറയും, സുഹൈല എന്നും പറയപ്പെടും. അപ്പോൾ ഇത് എൻ്റെ വീട്, ഞാൻ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പുറത്തേക്കുള്ള വ്യൂസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദിസ് ഈസ് മൈ ഫേവറേറ്റ് ഏരിയ. അതായത് എനിക്കിപ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കണം അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു പ്രൈവറ്റ് ടൈം ഞാൻ സ്പെൻഡ് ചെയ്യുന്ന ഈ ഒരു ലൊക്കേഷനാണ്. നിങ്ങൾ കാണുന്ന പോലെയല്ല, ഇതൊരു പ്രൈവറ്റ് പ്ലേസ് തന്നെയാണ് കേട്ടോ. അങ്ങോട്ടേക്ക് റോഡൊന്നുമില്ല, ഇത് അങ്ങോട്ടേക്ക് വീടാണ്. അപ്പോൾ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് നടന്ന് സെൽഫ് ടോക്ക് ചെയ്യാനായിട്ടും അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും സന്തോഷം വന്നാലും സങ്കടം വന്നാലും ഒക്കെ ഞാൻ ഈ ഒരു ഏരിയയിൽ വന്ന് നിൽക്കും. ദിസ് ഈസ് മൈ പ്രൈവറ്റ് പ്ലേസ്. പ്രൈവറ്റ് പ്ലേസ് എന്ന് ഞാൻ ചിന്തിക്കുന്നത്, പക്ഷേ ആൾക്കാർ പറപ്പാണ് കേട്ടോ, അങ്ങോട്ട് കയറി ചെന്ന് എന്നെ അടിക്കും, അത് വേറെ കാര്യം. അപ്പോൾ ഇത് ഇവിടെ കാണുന്ന ഒരു തരം മരമാണ്. ആദ്യം എനിക്ക് ഭയങ്കര ഇഷ്ടമില്ലായ്മ ഉണ്ടായിരുന്ന ഒരു മരമാണ്. പക്ഷെ പിന്നീടാണ് അറിഞ്ഞത് ഈ മരത്തിൽ നല്ല രീതിക്ക് നല്ല കളേഴ്സിൽ പൂക്കളുണ്ടായി ഇങ്ങനെ വീണ് കിടക്കും. പിന്നെ നീണ്ടിങ്ങനെ പൂക്കളുണ്ടായി കിടക്കും കേട്ടോ. ഇവിടേക്ക് കഴിഞ്ഞ 2 ദിവസത്തിൻ്റെ മഴയുടെ കോലമാണ് ഈ കാണുന്നത്. വെള്ളമൊക്കെ കെട്ടിക്കിടക്കുമായിരുന്നു. ഇപ്പോൾ കുറച്ചുകൂടി ഒന്ന് വെള്ളം മാറി വരുന്നേ ഉള്ളൂ. ഇതുപോലെയല്ല, അജ്മാനിലും ഷാർജയിലൊക്കെ നല്ല വെള്ളപ്പൊക്കമാണ്. പക്ഷേ ഇവിടെ പിന്നെയും കുഴപ്പമില്ല. 2 ദിവസം പെയ്ത മഴയാണെങ്കിൽ പോലും ഇപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് കിടക്കുന്നത്. സാധാരണ ഇവിടെയൊക്കെ നല്ല വരണ്ട് ആണ് കിടക്കാറ് കേട്ടോ. ഇവിടെ ഫുള്ളും ചുറ്റിനും കാറും നമ്മുടെ റോഡിൻ്റെ സൈഡിലും വീടിൻ്റെ സൈഡിലൊക്കെ ഫുള്ള് കാറുണ്ട്. എല്ലാ വീട്ടിലും ഓരോ കാറ് വീതമൊക്കെ എന്തായാലും ഉണ്ട് കേട്ടോ. ഇത് അറബിയുടെ വീടാണേ. കൊടിയൊക്കെ കണ്ടോ, നമ്മുടെ UAE കൊടിയൊക്കെ ഉണ്ട് അതിൻ്റെ അകത്ത്. അവിടെ നല്ല രസമാണ്. അതിൻ്റെ ഉള്ളിലേക്കൊക്കെ നമുക്ക് കയറാൻ ഭയങ്കര പാടാണ്, റെസ്ട്രിക്ഷൻ ഉണ്ട് കേട്ടോ. അങ്ങോട്ടേക്ക് ഫോട്ടോയും വീഡിയോസും ഒന്നും നോർമലി എടുക്കാൻ സമ്മതിക്കത്തില്ല. ഞാൻ പിന്നെ ഇവിടെ സൈഡിൽ നിന്ന് എടുത്തിട്ട് പോയി, അത്രേ ഉള്ളൂ. പിന്നെ ഉള്ള കാര്യം എന്ന് വെച്ചാൽ ഇവിടെ അത്യാവശ്യം നല്ലൊരു സൈലന്റ് ഏരിയയാണ്. പിന്നെ ഇവിടെ നിന്ന് നമ്മൾ ജസ്റ്റ് ഒരു 5 മിനിറ്റ്സ് വാക്കേ ഉള്ളൂ NH പോകാനായിട്ടേ. അപ്പം നിങ്ങളിത് കാണുമ്പോൾ ഭയങ്കര ഉള്ളിലേക്കുള്ള ഏരിയ പോലെ തോന്നും. അതങ്ങനെയൊന്നും അല്ല, അത്ര ഉള്ളിലേക്കൊന്നും അല്ല, ഒരു ഗ്രാമം, അത്രേ ഉള്ളൂ. ഇത് വേറൊരു അറബിയുടെ വീടാണേ. ഇതാണ് നമ്മുടെ ഫ്രണ്ട് ഭാഗം. അതായത് കണ്ടോ, ഈ ചുരക്കായൊക്കെ ഇപ്പുറത്തേക്കും വന്ന് കിടക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഉള്ളിൽ ചുരക്കയുണ്ട്, അതുകൂടാണ്ട് ഇവിടെ വന്ന് കിടപ്പുണ്ട്. നമ്മുടെ ആള് നമ്മൾ പരിചയപ്പെടുന്നുണ്ട് അല്ലേ തന്നെ. എൻ്റെ പുറകെ തന്നെയാണ് എപ്പോഴും നടക്കുന്നത് കേട്ടോ പുള്ളിക്കാരൻ. എവിടെ പോയാലും പുറകെ നടപ്പാണ് ഇവൻ്റെ പരിപാടി. ഫുഡൊക്കെ കൊടുക്കും, പക്ഷെ നമ്മളോടുള്ള സ്നേഹം കൊണ്ട് കിടക്കുന്നതാണ്. ഞാൻ ഇവിടെ പോയാലും അവിടെ പോയി കൂടെ ഉണ്ടാവും. പിന്നെ കുറേ നേരം കൂടെ നിൽക്കും. ഞാൻ എക്സസൈസ് ഒക്കെ ചെയ്യുന്ന പ്ലേസ് ആണിത്. അപ്പോൾ ഇവിടെ വന്നിട്ട് പുള്ളിക്കാരൻ കുറേ നേരം എൻ്റെ കൂടെ ഇരിക്കും, എക്സസൈസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പുള്ളിനെ നോക്കിയിരിക്കുമ്പോൾ എനിക്ക് സ്ട്രെസ്സാണെങ്കിൽ പോലും നല്ല റിലീഫാണ് കേട്ടോ. കണ്ടോ, ചുരക്കാട് കുറേ പൂക്കൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അല്ലാണ്ട് നമ്മുടെ വെറൈറ്റി പ്ലാന്റ്സും ഗാർഡൻസൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. നല്ല വെയിലാണ്. 2-3 ദിവസത്തേക്ക് മഴയ്ക്ക് ശേഷം നല്ല ഒന്നാന്തരം വെയിലാണ് കേട്ടോ. എൻ്റെ ഷാഡോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഇത് കണ്ടോ, ഈ മറ്റേ നേരത്തെ ഞാൻ പറഞ്ഞ പോലത്തെ മരമാണ് കേട്ടോ. അതിൻ്റെ ആ പുറത്താണ് ഞാൻ നടക്കുന്നതെന്ന് പറഞ്ഞ പ്ലേസ് കേട്ടോ. അങ്ങനെ നമ്മൾ ആ ഉള്ളിലേക്ക് കയറാൻ പോകുമ്പോഴത്തേക്കും നമുക്ക് കാണുന്നത് ഇത്രയും സാധനങ്ങളാണ്. ഇത് അവർ വിൽക്കാൻ വേണ്ടി വെച്ചേക്കുന്നതാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ കൊതിയാവും കുടിക്കാൻ വേണ്ടി. എനിക്ക് ഇതുവരെ അങ്ങനെ കുടിക്കണമെന്ന് തോന്നിയിട്ടില്ല. നോമ്പ് പിടിച്ച സമയത്താണ് ഇവിടെ എത്തിയിരുന്നത്. അപ്പോഴും എനിക്കങ്ങനെ കുടിക്കാനോ എടുക്കാനോ തോന്നിയിട്ടില്ല കേട്ടോ. ഇത് നമ്മളുടെ വാഷ് ചെയ്യുന്ന ഏരിയയാണ്. വാഷിംഗ് മെഷീൻ ഉണ്ട്. അപ്പോൾ കോമൺ വാഷിംഗ് മെഷീൻ ആണ് എല്ലാവരും യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ എടുത്തിട്ടേക്കുവാണ്, കഴുകി കഴിഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. അങ്ങനെ എൻ്റെ റൂമിൽ കയറി കഴിയുമ്പോൾ റൂമിൻ്റെ പുറത്തേക്ക് ജനലിൽ കൂടി നോക്കുമ്പോൾ കാണുന്നതാണ് നമ്മുടെ പച്ചക്കറിത്തോട്ടം. അപ്പോൾ അതെല്ലാം കാറ്റത്ത് ആടി ഉലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നല്ല ഒന്നാന്തരം ഒരു പേമാരിക്കുള്ള കോളാണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.